ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷനാണ് ആടുജീവിതം, ദ ഗോട്ട് ലൈഫ്. ആടുജീവിതം നമുക്ക് മുന്നിലുണ്ട്, ഒരു സിനിമയായിട്ട് നമുക്ക് കിട്ടി. എന്നാൽ അതിന് മുകളിൽ ഒരു ലൈഫ് ഉണ്ട്, പൃഥ്വിരാജ് ലൈഫ്. തീർച്ചയായിട്ടും പൃഥ്വിരാജ് സുകുമാരൻ്റെ ഒരു ജേണി, അതൊരു ഒന്നൊന്നര ജേണിയാണ്. ശരിക്കും ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിട്ടിരുന്ന ഒരു നടൻ തന്നെയായിരുന്നു ശരിക്കും പൃഥ്വിരാജ് കേട്ടോ. ആ ഒരു കാലഘട്ടം നമുക്കറിയാം, കുറെ വെറും തള്ളു തന്നെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് അല്ലേ. അതായത് പൃഥ്വിരാജ് ഫുള്ള് തള്ളു മാത്രം, ആൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ, നാലാളെ അറിയോടങ്ങനെ ആ രീതിയിൽ വിമർശിച്ച കുറേ ആൾക്കാരുണ്ടായിരുന്നു. അന്ന് രാജപ്പൻ എന്ന് വിളിച്ച് കളിയാക്കിയ ഒരു വലിയ സമൂഹം ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഫാൻസാക്കി മാറ്റിയ ഒരു മുതലാണ് പൃഥ്വിരാജ് സുകുമാരൻ. ആള് ആടുജീവിതം നമ്മുടെ മുന്നിലേക്ക് തന്ന് ഞെട്ടിച്ച് കളഞ്ഞു. ആൾറെഡി നമ്മളെയൊക്കെ ഫാൻസാക്കി മാറ്റിയ ഒരാളാണ്. പക്ഷേ അതുക്കും മേലെ ഇനിയും തനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം കൂടിയായിരുന്നു കേട്ടോ. ശരിക്കും ആളെയൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകുന്ന ഓരോ ജീവിതത്തിലും നമുക്ക് ഓരോ സമയങ്ങളിൽ നമുക്ക് ആളെയൊക്കെ മുന്നിൽ നിന്ന് പഠിക്കാൻ പറ്റും. കാരണം അത് നമുക്കറിയാം, വർഷങ്ങൾക്ക് മുന്നേ ആൾ എന്താവണം എന്നുള്ളത് അതിപ്പോഴും ആൾ എവിടെ ഇന്റർവ്യൂവിന് പോയാലും ചോദിക്കേണ്ട ചോദ്യമാണ്. നിങ്ങൾ എങ്ങനെ ഇത് നേരത്തെ കണക്കൂട്ടി ഇനി 10 വർഷം കഴിഞ്ഞിട്ട് എന്തായിരിക്കും എന്നുള്ളതൊക്കെ ഇപ്പൊ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പലരും ചോദിക്കാറുണ്ട്. മറ്റേ കോമഡി ഇലുമിനാന്റി ആന്ന് പറയുന്നത് അതേപോലെ അല്ലേ, അത് ചോദിച്ചു പോകും. കാരണം ആള് ഇന്ന് ചെയ്യുന്നത് ആള് ഒരു 10-15 വർഷം മുമ്പ് തീരുമാനിച്ചതാണ്. അപ്പൊ ഇപ്പൊ ആള് ചെയ്യുന്ന പ്ലാനിങ് അതെന്തായിരിക്കും, നമ്മളിനി അത്ര വർഷം കഴിഞ്ഞിട്ട് കാണാൻ പോകുന്നത്? ഇനി ഒരു 10 വർഷം കഴിയുമ്പോഴായിരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന അടുത്ത സംഭവം വരുന്നത്. എന്തായാലും ആളുടെ ആ ജേണി ഒരു ട്രോളായിട്ട് നമ്മുടെ PK ട്രോൾസ് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് കാണാം. പിന്നെന്താ, എന്തായാലും ആടുജീവിതം 2 വരാൻ പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ബ്ലെസ്സി ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ള രീതിയിൽ. അത് കേട്ടപ്പോൾ ശരിക്കും പൃഥ്വിരാജിന്റെ കാര്യത്തിൽ ഒരു വിഷമം തോന്നിട്ടോ. പൃഥ്വിരാജ് കേൾക്കുന്നതിന് മുന്നേ ഓടിയെന്നൊക്കെയാണ് പറഞ്ഞത്. നിങ്ങൾ ചെയ്തോ, ഞാൻ അമ്മമാരെ റിസ്ക് എടുത്തിട്ട്. അതെ, ഇനി രണ്ടാം ഭാഗോ ഇതിന് അല്ലേ? പാവത്തിന് ആഗ്രഹം മാത്രമാണ്, ഒന്നും ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്തായാലും കഷ്ടപ്പെടുത്തരുത്. എന്തായാലും ആ ജേണി നമുക്കൊന്ന് കാണാം. രോമാഞ്ചം കൊള്ളാം. ശേഷമുള്ള പൃഥ്വിരാജിനെ കുറിച്ചുള്ള ചിത്രം താങ്കൾക്ക് തന്നെ ഒന്ന് പറയാം. ആഗ്രഹങ്ങളെ പറയാൻ പറ്റുള്ളൂ. എങ്ങനെ അറിയപ്പെടണമെന്നായിരിക്കും താങ്കൾ ആഗ്രഹിക്കുന്നത്? 20 വർഷങ്ങൾക്ക് ശേഷം വളരെ സജീവമായി നല്ല സിനിമകൾ നിർമ്മിക്കുകയും നല്ല കമേഴ്ഷ്യൽ സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ്, ഒരു കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കണം ഞാൻ. എനിക്ക് വളരെ വളരെ താല്പര്യം തോന്നുന്ന പ്രമേയങ്ങൾ മാത്രം സിനിമാ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമാ സംവിധായകനായിരിക്കണം ഞാൻ. രണ്ടും സെറ്റായി. 20 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു 3 ഭാഷകളെങ്കിലും വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കണം ഞാൻ. 20 വർഷം മുന്നത്തെ കാര്യങ്ങൾ പറയുന്നത് ആലോചിച്ച് നോക്കണം. വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കണം ഞാൻ. അവന്റെ ആത്മവിശ്വാസം നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ പരിചയം പോലും ഇല്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ട്. എപ്പോഴോ നടനാകുമെന്ന് വെച്ച് ഇപ്പോഴേ കളർ ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഫിറ്റ് ചെയ്ത് അണിഞ്ഞൊരുങ്ങി നടക്കില്ലേ? ഓരോ നടന്മാരുണ്ടല്ലോ, കഥാപാത്രങ്ങളെ വേണ്ടി സഹിച്ച കഷ്ടപ്പാടായിട്ടാണല്ലോ പറ്റുന്ന പണിയാണ്. ചുമ്മാ മസിലും പെരുപ്പിച്ചുകൊണ്ട് നടന്നാ പോരാ, അതിനെ മുഖത്ത് വരണം. എക്സ്പ്രഷൻ. ഞാൻ പിച്ച വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഏട്ടാ. ഏട്ടൻ എത്രയാകുമ്പോ ഞാൻ ഓസ്കാർ വാങ്ങിക്കും, ഓസ്കാർ. അതിലുണ്ടോ വേറെ ഐറ്റംസ് വാങ്ങിക്കാൻ?
ഇപ്പത്തെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോ എല്ലാവരും ഒരുപോലെ കൈയടിച്ചത് പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യന്റെ എഫേർട്ടാണ്. എന്താണ് കണ്ടത്? 3:30 ഷോട്ട്. ഇപ്പൊ സ്റ്റിൽ ബിലീവ് രാജ് 3 ദിവസമായിട്ട് ഫാസ്റ്റിംഗ് ഈ ഷോട്ടിനുണ്ട്. 2-3 ദിവസമായിട്ട് ഫാസ്റ്റിംഗ് മാത്രമല്ല ഈ തലേദിവസം വീഡിയോ ഇന്ന് 3:30 ഷോട്ടെങ്കിൽ ഇന്നലെ ഉച്ച മുതൽ പുള്ളി വെള്ളം കുടിക്കില്ല, വാട്ടർ കട്ട. മരണത്തിനും ജീവിതത്തിനുള്ളിൽ ആടുജീവിതത്തിന് ഞാൻ ചെയ്യുന്നത് ഫിറ്റ്നസ് അല്ല, ബേസിക്കലി ടോർച്ചറിങ് ബോഡി. അതുപോലെ വെള്ളം കുടിക്കുമായിരുന്നു, വാട്ടർ കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് നൈറ്റ് ഒരു 30 ml വോക്കയുടെ അതാണ് പുള്ളിയുടെ കൊടുക്കേണ്ടത്. ആ വോക്കയുടെ കൊടുത്തു കഴിയുമ്പോഴേക്കും ഉള്ള വാട്ടറൊക്കെ മൊത്തം ബോഡി നിന്ന് വലിയും. ഒരു എഫേർട്ടിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം, അത് ഞാൻ ചെയ്തു. പക്ഷെ അതിനെ കുറിച്ച് കേട്ടപ്പോ എനിക്ക് ഭയമുണ്ടായെന്നുള്ളത് പുള്ളി എനിക്ക് എപ്പോഴും ഓർമ്മയില്ല. ഷോട്ടിന് പുള്ളി ചേറി കൊണ്ടുവന്ന് ഈ മറ്റേ ഇതിൽ കൊണ്ടുവരുന്നില്ല, മഞ്ചേരി കൊണ്ടുവരുന്നില്ല, വേറെ ഒന്നുമില്ല. പക്ക അവിടെ പുള്ളി കൊണ്ട് നിർത്തുക, ആക്ഷൻ, ഈ ഷോട്ട് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ പുള്ളി ഇരുന്നിട്ട് പുള്ളിക്ക് ഇത് ഇരുന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് എണീക്കാൻ പറ്റില്ല, നമ്മൾ പൊക്കി എണീക്കണം. വിശ്വസിക്കണം, അവൻ പറഞ്ഞത് സത്യമാണ്. കാരണക്കാരൻ ഞാനും. ആ ഒരു സീനിന് വേണ്ടി മാത്രം ആ മനുഷ്യൻ കേസാണ്. But all that mattered to him was that story. The story of ഞാനും ട്രാൻസ്ഫോർമേഷൻ ചെയ്ത ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 118 കിലോ എന്നാണ് ഞാൻ 40 കിലോ എത്തിയത്. തിരിച്ചു കിട്ടിയത് ഭാഗ്യമാണ്. ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ, നീ പറഞ്ഞില്ല. ഒരു മനുഷ്യൻ, ഒരു സംവിധായകൻ, ഒരു കലാകാരൻ അയാളുടെ ജീവിതത്തിലെ ഇത്രയും വലിയ കാലയളവ് മറ്റൊന്നും ചെയ്യാതെ ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ട് ഇത്രയെങ്കിലും ഞാൻ തിരിച്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാനൊരു നടനാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം. അത്രയും ട്രെയിൻഡായിരുന്നു പുള്ളി. അപ്പൊ ആ ഷോട്ട് കഴിഞ്ഞ് അന്നത്തെ ദിവസം ആ ഒരു ഷോട്ടേ ഉള്ളൂ. ആ ഷോട്ട് കഴിഞ്ഞ് അപ്പൊ തന്നെ പുള്ളി വണ്ടി എടുത്തത് നേരെ ആ ഷോട്ട് അങ്ങനെ എടുത്ത. സാധാരണ സമയം എനിക്ക് ഈ സിനിമയിൽ എന്റെ ബോഡി കാണിക്കാൻ ആ ഒരു സീനുള്ളൂ, എന്റെ ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നത് ആ സീനിലാണ്. അതെനിക്ക് ബെസ്റ്റ് ആക്കണം, അതിൽ ആളുകളെ കയ്യേറി മേടിക്കണം എന്നൊരു നടൻ തീരുമാനിച്ചു കുറയ്ക്കുന്നുണ്ടെങ്കിൽ അത് നടൻ എന്ന നിലയ്ക്ക് അയാളുടെ സക്സസ് ആണ് കാണിക്കുന്നത്. ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, വാട്ട് ഡസ് ഇറ്റ് റിയലി മീൻ ടു ബി ആൻ ആക്ടർ എന്ന് ചോദിച്ചാൽ എനിക്ക് തിരിച്ചു പറയാനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആടുജീവിതമാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് എന്റെ ആഗ്രഹങ്ങളാണ്. ഞാൻ എപ്പോഴും ഓൾവേസ് ബീൻ എ വെരി ബിഗ് ഡ്രീമർ. സ്വപ്നം കാണാൻ ആർക്കും ലൈസൻസ് ഒന്നുണ്ടല്ലോ. ഐ ഫോളോ ഇറ്റ് അപ്പ് വിത്ത് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. അതിനുള്ള മന്ത്രമൊക്കെ എനിക്കറിയാം. ഐ വിൽ ബി ആൻ ഇൻവിസിബിൾ മാൻ. മാഷിന്റെ കണ്ണ് നിറഞ്ഞു. വീഡിയോ അതാ ഞാൻ ആലോചിക്കുന്നത്. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. എല്ലാം കൂടി കണക്ട് ചെയ്തേക്കുന്നത്. സാരമില്ല. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു, ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. വീഡിയോ ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ വീഡിയോ. ഈ പറഞ്ഞ സത്യം കേട്ടോ, ചെറുതായിട്ട് കണ്ണ് തറഞ്ഞിട്ടുണ്ട്. അതെ, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കളിയാക്കുമ്പോഴും നമ്മള് മുന്നിൽ കാണുന്നതും അല്ലെങ്കിൽ ഇതിന്റെ ഡീറ്റെയിലിംഗ് ഒന്നും നമുക്കറിയില്ല. ഇപ്പൊ ഓരോരുത്തരും വന്നിട്ട് അപ്പൊ സത്യം ബ്ലസി പറയുന്നുണ്ടല്ലോ, ബ്ലസി എന്ന് പറഞ്ഞിട്ട് കാണിക്കണ്ടല്ലോ, അവൻ പറഞ്ഞ സത്യമാണെന്ന് പറയുന്നിടത്ത് അപ്പോഴാണ് ആലോചിക്കും നമുക്ക് ഏറ്റവും സത്യം. കാരണം അതുവരെ ഇനിയിപ്പോ ഇയാള് വെറുതെ പറയുന്നതാണോ എന്ന് വരെ തോന്നിപ്പോവും. ഇത് കേൾക്കുന്നവർക്ക് അങ്ങനെ തോന്നുള്ളൂ, ഇതിപ്പോ സിനിമേന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവര് വരുന്ന തള്ളുന്നതാണോ എന്നൊക്കെ ചിന്തിച്ചു പോകും. പക്ഷെ അതിന് സിമ്പിൾ ആയിട്ടേ നേരെ ഒരു ടിക്കറ്റ് എടുക്കുക, തിയേറ്ററിൽ പോയിട്ട് കണ്ടുപോകുക. അപ്പൊ അതിലൊരു ഷോട്ട് ഉണ്ടാവും. ആ ഷോട്ട് കാണുമ്പോ ഒരു ഇരുത്തുണ്ടാവും. അതൊരു മരവിപ്പാ. അത് പറഞ്ഞാൽ മനസ്സിലാവൂല അല്ലെ, അത് അനുഭവിച്ചറിയേണ്ട സംഭവം. ചിന്തിക്കണം ആളിതിനു വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. സത്യം. ഇനി ആ ഒരു ഷോട്ടിന് വേണ്ടിയിട്ടല്ല കേട്ടോ ആള് ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുള്ളത്, അത് തെറ്റാണ്. അതിനു വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും അങ്ങനെയല്ല. അതായത് സിനിമയ്ക്ക് നജീബിന്റെ
തടിച്ച ഒരു സമയമുണ്ട്. അതായത് ആൾ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ആൾക്കുള്ളൊരു ബോഡി ലാംഗ്വേജ്, ആളുടെ ബോഡി ടോട്ടലി എങ്ങനെയാണോ അത് സാധാരണ പൃഥ്വിരാജിന്റെ രൂപം നല്ലത്. ആ കൂട്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഓരോ നിമിഷത്തിലും കുറഞ്ഞ് വരികയാണ്. അത് ഓരോ കാലഘട്ടം അത് ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യണം. അത് എല്ലാം ടോട്ടലി അത് അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 5-6 വർഷം ഷൂട്ടിന്റെ മാത്രം ഒരു കാലയളവുണ്ട് ഇതിന്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ആള് വേറെ സിനിമകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില്ലറ കാര്യമൊന്നുമല്ല. ഇതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞ സംഭവം തന്നെ ഉള്ളൂ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്ത് പറയേണ്ട ഒരാള്, ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പറയാൻ തുടങ്ങി ആദ്യം പറയേണ്ട ഒരാള് പൃഥ്വിരാജ് തന്നെ. ഇപ്പോൾ ബ്ലെസ്സി, അതായത് ആള് 16 വർഷമാണ് ഇതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ആളുടെ ലൈഫ് തന്നെ. പക്ഷേ ആൾക്കത് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനൊരു നടൻ, അതായത് എല്ലാം കൊടുക്കാനായിട്ട് ജീവൻ തന്നെ തരാമെന്ന് പറഞ്ഞ് മുന്നിൽ നിന്നാൽ മാത്രമേ ഈ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ചിട്ട് ഈ സിനിമ ചെയ്യുന്നെങ്കിൽ അവര് പറയാണ് ഇങ്ങനൊന്നും എനിക്കാവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതവിടെ തീർന്നു. ഒരിക്കലില്ല, കാര്യമില്ല. അതാണ് ആ സിനിമയെ തീർന്നു. അതുകൊണ്ട് തന്നെയാണ് വാദോരാതെ നമുക്ക് പറയാനും പറ്റുന്നത്. കാരണം ആള് അതിനു വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കിങ്ങനെ ഓരോ സമയങ്ങളിലും ഓരോരുത്തർ വന്ന് പറഞ്ഞിങ്ങനെ തരുവാണ്. ആൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇതൊന്നും വേറെ പുറത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ഇവര് വേറെ ഇങ്ങനെ ഈ ആളിങ്ങനെ ഓരോരുത്തരാണ് വന്ന് പറയുന്നത്, സിനിമേന്റെ പ്രവർത്തകരൊക്കെ. അപ്പൊ അന്ന് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും അത് കണ്ടിട്ടുള്ള ആൾക്കാരുമാണ് ഈ നേരിട്ട് പറയുന്നത്. ഇപ്പൊ തന്നെ പറയുന്ന എനിക്കും തോന്നിയ സാധനം തന്നെ കേട്ടോ അത്. അതായത് എണീപ്പിച്ച് ഇരുത്തി കഴിഞ്ഞിട്ട് പിന്നെ എണീപ്പിക്കുക. കാരണം ആ ഒരു അവസ്ഥ അത് ആ ഷോട്ട് കണ്ടാൽ അത് പെട്ടെന്ന് മനസ്സിലാവും. ആള് ഭയങ്കര ഹൈറ്റുള്ള മനുഷ്യനാ. സാധാരണ അതായത് ഹൈറ്റുള്ള ആൾക്കാര് ചെറുതായിട്ടൊന്ന് ഛർദ്ദിക്കുക അല്ലെങ്കിൽ തലവേദന വരെ ചെയ്ത് കഴിഞ്ഞാല് അവർക്ക് ബാലൻസ് ഇല്ലേ, അത് പെട്ടെന്ന് പോകും, കിട്ടില്ല. പിന്നെ ഭൂമിയായിട്ടുള്ള ബാലൻസ് ഭയങ്കര പ്രശ്നത്തിലുള്ള ആൾക്കാരാണ് ഹൈറ്റുള്ളവര്. അതെ, തളർന്നു പോകുന്നത് വേഗത്തിൽ തളർന്നു പോകാരാ, ഹൈറ്റുള്ളവരാ. അപ്പോൾ അത്രയും ഹൈറ്റുള്ള ഒരാള്, അങ്ങനെയുള്ള ശരീരം ഉണ്ടായിരുന്ന ഒരാള്, അതും കാലങ്ങളായിട്ട് ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് വരുമ്പോഴേ ആളാ പറയുന്നത് വളരെ ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വല്ലാത്തൊരു ഒരു മരവിപ്പ് പോലെ ഇത് പറയുന്ന കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നുന്നതേ അയ്യോ എങ്ങനെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും പോവാണ്, നല്ല അടിപൊളിയായിട്ട് സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഗംഭീരമാവട്ടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോട്ടെ, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ.